ക്രാഫ്റ്റ് വീഡിയോ പ്രതീക്ഷിച്ച് വന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സ്വൈപ്പ് ചെയ്ത് വെക്കോ. കാരണം ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് വീഡിയോ അല്ല ചെയ്യണത്, പകരം ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ പീച്ച ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്താലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീച്ച കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കണം മാവിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റി വെക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ക്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ബാക്കി ഭാഗം നമ്മൾ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഡോ ഉണ്ടാക്കിയിട്ട് ക്രസ്റ്റിലേക്ക് വരാം. അപ്പോൾ ഡോ ഉണ്ടാക്കാനുള്ള മാവ് എടുത്തിട്ട് ഇതേപോലെ കുറേ ഇങ്ങനെ നെക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മാവ് എടുത്തിട്ട് നമുക്ക് ക്രസ്റ്റ് ഉണ്ടാക്കാം. ക്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ നന്നായിട്ട് പരത്തി നല്ലൊരു പാമ്പിന്റെ രൂപത്തിലാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ആ ഡോവിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് എന്നിട്ട് നമ്മുടെ ഇമാജിനറി പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ബേക്ക് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടാക്കി എടുക്കാം. സോസ് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. തക്കാളി നന്നായിട്ട് നെക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ സോസ് റെഡിയാവും. എന്നിട്ട് ഈ സോസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണം ആ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പുറത്തേക്കൊക്കെ പോവാം. അതൊന്നും കാര്യം വെക്കണ്ട. ഉള്ളിലേക്ക് കുറച്ച് മടക്കി വെക്കുക അല്ലെങ്കിൽ കീറിക്കളയൊക്കെ ചെയ്താൽ മതി. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയില്ലെന്ന് വെച്ചും വിഷമിക്കേണ്ട. കാരണം ഇതിൻ്റെ മേളിൽ നമ്മൾ ചീസ് ഇടും. എന്നിട്ട് ഇത് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചീസിന്റെ പാക്കറ്റ് എടുക്കുക, അതങ്ങോട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതും ഇതേപോലെ നെക്കി എടുത്തിട്ട് നമ്മുടെ ഈ ടൊമാറ്റോ സോസിന്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത്രയാകുമ്പോൾ തന്നെ നമ്മുടെ പീച്ച റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിംഗ്സ് സെറ്റ് ചെയ്യണ്ടേ. അതിനായിട്ട് വീണ്ടും കുറച്ച് തക്കാളി എടുക്കുക. നല്ല പഴുത്ത തക്കാളി തന്നെ വേണോട്ടാ. എന്നിട്ട് ആ തക്കാളിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. നന്നായിട്ട് ഉരുട്ടിയെടുത്ത ശേഷം ഇതേപോലെ ഇങ്ങനെ നെക്കി കൊടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ തക്കാളി റെഡി. തക്കാളി എനിക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ബേസിൽ ലീവ്സ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് ഇല എടുക്കുക. ഇതേപോലെ ഉരുട്ടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇലയുടെ ഷേപ്പ് കിട്ടും. എന്നിട്ട് അടിഭാഗം ഇതേപോലെ നെക്കി കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ചെറുതായിട്ടൊരു കട്ടിങ്ങിന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാം റെഡിയാവും. എന്നിട്ട് അതും നമ്മുടെ പിzzയുടെ മേളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി പിസ്സ ടോപ്പിംഗ്സിൽ എൻ്റെ ഫേവറേറ്റ് സാധനം വെക്കാം. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ടോപ്പിംഗ്സ് ചിക്കൻ ആണെങ്കിലും ചിക്കൻ ഇല്ലാത്ത സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒലീവ്സ് ആണ്. അതുകൊണ്ടിട്ട് ഈ പിzzയിൽ ഞാൻ കുറച്ച് കൂടുതൽ ഒലീവ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പിസ്സ ടോപ്പിംഗ് എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ പിസ്സ ഇഷ്ടമെങ്കിൽ ഒരു പിസ്സയുടെ ഇമോജിയും കമന്റ് ഇടാം.